സോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ നമ്മുടെ പാരി സീരീസിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലെവൽ 8 വരെയാണ് ചെയ്തത്. സോ നമ്മൾ ഈ വീഡിയോയിൽ ലെവൽ 8 തൊട്ട് 8ൻ്റെ ബാക്കി, അതായത് 8 ടു 9, 9 ടു 10, 10 ടു 11 വരെ 3 ലെവലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ആദ്യം തോന്നുന്നത് 8 ടു 9 നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ബാൻഡിലേക്ക് കണക്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ 8ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ലെവൽ 8ലേക്ക്. സോ 8 9ലേക്ക് പോകേണ്ട പാസ്വേഡ് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ദ പാസ്വേഡ് ഫോർ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്, ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ഫയൽ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫയൽ data.txt ആൻഡ് ഈസ് ദ ഓൺലി ലൈൻ ഓഫ് ദ ടെസ്റ്റ് ദ occur only once. സോ data.txt ഉണ്ടോ നോക്കാം. സോ data.txt എന്താണെന്ന് നോക്കാം. സോ data.txt കുറേ ലൈൻസ് ഉണ്ട്, കുറേ ലൈക്ക് ഫ്ലാഗ്സ് പോലത്തെ കുറേ സാധനമുണ്ട്. സോ ഇതിൽ ഏതോ ഒരെണ്ണത്തിലാണ് ആൻസർ ഉള്ളത്. അതായത് ഒരു പ്രാവശ്യം മാത്രം വരുന്ന ഒരു ലൈനിലാണ് നമുക്ക് വേണ്ട ഫ്ലാഗ് ഉള്ളത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോർട്ട് ചെയ്യാനാണ് നമ്മൾ അറിയുന്നത്. ആദ്യം നമുക്ക് സോർട്ട് ചെയ്യാം. സോ സോർട്ട് ഫയൽ നെയിം, നമ്മളൊരു പൈപ്പ് ഇടുന്നു, ലൈക്ക് പൈപ്പ്. ദെൻ ആ യൂണിക് ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ യൂണിക് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂണിക് യൂണിക്കിന് വേണ്ടി തന്നെയാണ്, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറേ ഡാറ്റാസിൽ നിന്ന്, കുറേ ടെസ്റ്റ് ഫയൽസിൽ നിന്ന്, അല്ലെങ്കിൽ കുറേ ലൈൻസിൽ നിന്ന് നമുക്ക് ആ യൂണിക് ആയിട്ടുള്ള ഒരു ലൈൻ മാത്രം കണ്ടുപിടിക്കാം. ആ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂണിക് -u നോക്കുന്നത്. സോർട്ട് ചെയ്ത് വെച്ചാൽ ലൈക്ക് അത് ഒരു അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ ഓർഡറിൽ, ആൽഫബറ്റിക് ഓർ ന്യൂമറിക്കൽ ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്ത് തരാം ഡാറ്റ. നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. സോ ആൻസർ പേസ്റ്റ് ചെയ്ത് വെക്കുക, കോപ്പി ചെയ്ത് വെക്കുക, സോറി. അതിന് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. സോ 9ാമത്തെ ലെവലിലേക്ക് നമുക്കിനി കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ 9ാമത്തെ ലെവലിലേക്ക് കണക്ട് ആയിരിക്കുന്നു. 9ാമത്തെ ലെവലിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് പാസ്വേഡ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ഫയൽ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫയൽ data.txt in one of the few human readable strings received by several equal characters. സോ ഇവരും നമുക്ക് എന്താണ് data.txt-ൻ്റെ കണ്ടന്റ് നോക്കാം ആദ്യം. സോ കുറേ ഇതിൻ്റെ ഇടയ്ക്ക് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. അതായത് അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പാസ്വേഡ് കിട്ടുള്ളൂ. സോ അപ്പോൾ നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ്സ് എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്, കാരണം ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഹ്യൂമൻ റീഡബിൾ സ്ട്രിങ്സ്. സോ സ്ട്രിങ്സ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രിങ്സ് data.txt എന്ന് പറഞ്ഞ ഫയൽ നെയിം കൊടുക്കും. ദെൻ പൈപ്പ് ഇട്ടിട്ട് നമ്മൾ ഗ്രപ്പ് ചെയ്യുന്നു. കാരണം ലൈക്ക് ആ ലൈൻ അല്ലെങ്കിൽ നമുക്ക് ആ ഹ്യൂമൻ റീഡബിൾ ലൈനിൽ സെവറൽഡ് ഈക്വൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ ഗ്രപ്പ് ഇട്ടിട്ട് നമ്മൾ ഈക്വൽ ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. സോ ഈക്വൽ വരുന്ന നോക്കാം. നമ്മൾ 2 കൊടുത്താലും 1, ലൈക്ക് ഈക്വൽസ് 1 കൊടുത്താലും 2 കൊടുത്താലും ആ സാധനം സോർട്ട് ചെയ്ത് കിട്ടും. ഞാനിവിടെ 4 കൊടുക്കും. നമുക്ക് 4 കൊടുത്ത് കിട്ടും നോക്കാം. അപ്പോൾ 4 കൊടുത്തപ്പോൾ കുറച്ച് സാധനം നമുക്ക് സോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഒരു ഫയൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഫ്ലാഗ് ഫോർമാറ്റിലുള്ളത് നമുക്കിതാണ്. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. സോ അത് നമുക്ക് ലെവൽ 10 ആണ്. നമുക്ക് ലെവൽ 10ലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ലെവൽ 10ലേക്ക് കണ്ടാണ്. സോ ലെവൽ 10ൻ്റെ പാസ്വേഡ് എന്താണെന്ന്, ലൈക്ക് ലെവൽ 10ൽ നിന്ന് 11ലേക്ക് പോകേണ്ട പാസ്വേഡ് എന്താണെന്ന് നോക്കാം. The password for the next file is sorted in the file
data.txt which contain base64 encoded data. ഓക്കെ, ഇവിടെയും data.txt ഉണ്ട്, അതിൻ്റെ കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, ഇത് എൻകോഡ് ചെയ്തേക്കുന്നതാണ്, ഇത് നമുക്ക് ഡീകോഡ് ചെയ്യണം. സോ base64 ആണ്, base64 ലൈക്ക് എൻകോഡ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന സാധനം ഡീകോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് base64 തന്നെ ഒരു കമാൻഡ് ഉണ്ട്, base64 -d എന്ന് പറഞ്ഞ ഡീകോഡാണ്, ലൈക്ക് -d. ഇത് നമ്മൾ data.txt എന്ന് പറഞ്ഞ ആ ഫയൽ കൊടുത്തു നമുക്ക് പാസ്വേഡ് കിട്ടി. സോ ഇതാണ് പാസ്വേഡ്, സേവ് ചെയ്ത് വെക്കുക. data.txt നിങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ് ഫയലിൽ സേവ് ചെയ്ത് വെക്കുക പാസ്വേഡ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.